ഹലോ, നമ്മളിന്ന് കൺവേർജൻസ് ടു IFRS അടുത്ത സെഷനിലേക്ക് പോകണം. ഇന്നലെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കി, അത് ആരാണ് സെറ്റ് ചെയ്യുന്നത് നോക്കി, അതിൻ്റെ സെറ്റിംഗ് പ്രോസസ്സ് എന്താണെന്ന് നോക്കി, NFR എന്താണെന്ന് നോക്കി അല്ലേ. ഇന്ന് നമ്മൾ IFRSലേക്ക് എടുക്കുകയാണ്. എന്താണ് IFRS? IFRSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IFRSനെ ചില ആളുകൾ IFRS എന്നും വിളിക്കും. IFRSനെ IFRS എന്നും വിളിക്കും. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതും ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നെയാണ്, ഒരു കളക്ഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്പേർഡ് ആണ്, അതിൻ്റെ ഒരു പ്രത്യേക പേരുകളുണ്ടാവും. ഇപ്പോൾ അക്കൗണ്ടിങ് ഫോർ ഫിക്സ്ഡ് അസറ്റ്, PPE എന്നൊക്കെ പറയുന്ന പോലെ ഓരോ പേരും ഉണ്ടാവും, ഒരു കറസ്പോണ്ടിങ് നമ്പറും ഉണ്ടാവും IFRSനും. IFRS ഇഷ്യൂ ചെയ്യുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ്, ഒരു ഇന്റർനാഷണൽ ബോഡിയാണ്. ഇത് ഗ്ലോബലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ് ഇതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. IFRSും ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇവൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ, അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ, ഡിസ്ക്ലോസ് ചെയ്യാൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. IFRSും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും എന്തിനാണ് രണ്ട് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? രണ്ടും ഒരേ കാര്യങ്ങൾക്ക് തന്നെയാണെങ്കിൽ ഒരെണ്ണം പോരെ എന്ന് നിങ്ങൾ ചോദിക്കും. അതെന്തിനാണെന്ന് നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. IFRSും എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ IFRS ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. അതേസമയം നമ്മളുടെ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ റൂൾ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. എന്താണ് ഈ പ്രിൻസിപ്പിൾ ബേസ്ഡ്? പ്രിൻസിപ്പിൾ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ടിങ് റെക്കഗ്നിഷൻ, ട്രീറ്റ്മെൻറ്റ്, എല്ലാ പ്രൊസീജിയേഴ്സും ആ പ്രിൻസിപ്പിളിൻ്റെ ഉള്ളിൽ നിന്നാൽ മതി. വൈഡ് ഏരിയ ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതൊരു ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനേക്കാൾ അപേക്ഷിച്ച്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് റൂൾസ് പാലിച്ച് വേണം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും റെക്കോർഡിങ്ങും ഒക്കെ നടത്താൻ. അപ്പോൾ റൂൾസ് എന്ന് പറയുമ്പോൾ തന്നെ റിജിഡ് ആണ് അല്ലേ, നമുക്ക് ആ ഒരു വഴി കൂടി തന്നെ പോകേണ്ടി വരും. IFRS ഇത്രയും കൂടി പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയതുകൊണ്ട് ഇത്രയും കൂടി ഫ്ലെക്സിബിൾ ആണ്. IFRS എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൂടാതെ IFRS എന്ന് മീൻ ചെയ്യുമ്പോൾ IASC അല്ലെങ്കിൽ IFRIC അല്ലെങ്കിൽ SIC, അതായത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി, അതിപ്പോൾ ഇല്ല, അതിന് പകരമാണ് ഇപ്പോൾ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. IFRIC, അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി, പിന്നെ SIC, സ്റ്റാൻഡേർഡ്സ് ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി. ഇവരെല്ലാം പ്രൊനൗൺസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാത്തിൻ്റെയും കളക്റ്റീവ് നെയിമാണ് IFRS അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്തിനാണ് IFRS? രണ്ട് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലോകത്ത് പലതരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തിനാണ്? നമ്മൾ IFRS ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർമോണൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ത്രൂ ഔട്ട് ദ വേൾഡ്. സപ്പോസ് നമ്മൾ ഇന്ത്യയിൽ ഇരിക്കുന്നു, നമ്മൾക്കൊരു കമ്പനി ഉണ്ട്, നമ്മളുടെ ഹെഡ് ഓഫീസ് ഇന്ത്യയിലാണ്, നമ്മൾക്ക് ബ്രാഞ്ചസ് പല സ്ഥലത്തുണ്ട്, വേൾഡിൽ പല സ്ഥലത്ത് നമ്മളുടെ കമ്പനിയുടെ ബ്രാഞ്ച് ഉണ്ട്. നമ്മുടെ ഹെഡ് ഓഫീസ് എവിടെ? ഇന്ത്യയിൽ. നമുക്ക് പല സ്ഥലത്ത് ബ്രാഞ്ച് ഉണ്ട് വേൾഡിൽ അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസീസ്, ട്രീറ്റ്മെൻറ്റ് പ്രാക്ടീസ് ഒക്കെ ആയിരിക്കും ബാക്കി എല്ലായിടത്തും ആവണമെന്നില്ല അല്ലേ, എല്ലായിടത്തും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവിടുത്തെ മറ്റ് കൺട്രിയിൽ ഉള്ള പ്രിൻസിപ്പൾസും പോളിസീസും പ്രാക്ടീസസും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാൻ എളുപ്പമായിരിക്കുമോ? ഇല്ല, അവർക്ക് പാടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കോമൺ സെറ്റ് ഓഫ് പ്രിൻസിപ്പൾസ് ഉണ്ടെങ്കിലോ വളരെ എളുപ്പമാവും. ഇന്നലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, കോമൺ ലാംഗ്വേജ് അല്ലേ. നമ്മളിപ്പോൾ മിക്കവാറും കോമൺ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റിലുള്ളവർ തമ്മിൽ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കണക്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെയാണ് ഒരു IFRS, ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്, ഒരു കണക്റ്റഡ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ എല്ലാ കൺട്രീസും അല്ലെങ്കിൽ ഗ്ലോബലി എല്ലാവരും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവാൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മനസ്സിലാവാൻ എളുപ്പമായിരിക്കും അല്ലേ. മാത്രമല്ല പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ, ഇപ്പോൾ ഇന്ത്യയിലെ കമ്പനി, നമ്മുടെ കമ്പനി ഹെഡ് ഓഫീസ് ഇന്ത്യയിലാണെന്ന് പറഞ്ഞു, ഇനി ഓസ്ട്രേലിയയിലുള്ള ഒരു ഇൻവെസ്റ്റർക്ക് ഇന്ത്യയിൽ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിങ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റർക്ക് മനസ്സിലാവില്ല നമ്മളുടെ പെർഫോമൻസ് എങ്ങനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഇവിടെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ചിലപ്പോൾ എക്സ്പെൻസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ ഇൻകം ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ച്. അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഈ IFRS എല്ലാവരും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എളുപ്പമായിരിക്കും. ഇൻവെസ്റ്റേഴ്സിന് മാത്രമല്ല, ക്രെഡിറ്റേഴ്സ്, ഫണ്ട്, ആരൊക്കെയാണോ ഫണ്ട് തരുന്നത് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്,
റെഗുലേറ്റേഴ്സ്, ഗവൺമെൻറ് ബോഡീസ് എല്ലാവർക്കും എളുപ്പമായിരിക്കും. ഒരു സെറ്റ് ഓഫ് അക്കൗണ്ടിങ് തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ബ്രാഞ്ചസ് ഒക്കെ പല കൺട്രികളിലും വരികയാണ്. പല കൺട്രിയിലും ഇവിടുത്തെ ബിസിനസ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഒരു എളുപ്പത്തിന് വേണ്ടി ഹാർമണൈസേഷന് വേണ്ടിയാണ് IFRS. അപ്പോൾ എങ്ങനെയാണ് IFRS റെഡി ആവുക? നമ്മുടെ കൺട്രിയിൽ ഒരു എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് റൂൾ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. IFRS പ്രിൻസിപ്പിൾ ബേസ്ഡ്. അപ്പോൾ നമ്മളുടെ റൂൾ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എങ്ങനെ IFRS ആയിട്ട് കൺവേർട്ട് ചെയ്യും? രണ്ട് വഴി കൂടി IFRS ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ IFRS അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്യാം. ബംഗ്ലാദേശ് ഒക്കെ ചെയ്ത പോലെ IFRSനെ അഡോപ്റ്റ് ചെയ്യുക. ടേം നോക്കണം, അഡോപ്റ്റ്. IFRSനെ അഡോപ്റ്റ് ചെയ്യുക. അത് ബംഗ്ലാദേശ് ഒക്കെ ചെയ്തത് പോലെയാണ്, അഡോപ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ ചെയ്ത പോലെ കൺവേർജ് ചെയ്യാം. കൺവേർജ് ചെയ്യാം. കൺവേർജും അഡോപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡോപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന പോലെ കോപ്പി പേസ്റ്റ്. IFRS അതേപോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോപ്റ്റ് ചെയ്യല്ല, കോപ്പി പേസ്റ്റ് അല്ല, നമ്മളുടെ കൺട്രി അല്ലെങ്കിൽ ഏത് കൺട്രിയാണോ കൺവേർജ് ചെയ്യുന്നത് ആ കൺട്രിയിലെ എക്സിസ്റ്റിംഗ് ലോസ്, റെഗുലേഷൻസ്, സ്റ്റാറ്റ്യൂട്ടിനൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ എക്കണോമിക് എൻവിറോൺമെൻറ്റിന് അനുസരിച്ച് അവിടെ കസ്റ്റമൈസ് ചെയ്യും. IFRSനെ അവരുടെ യൂസിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യും. അവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്നനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ലോ ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്യും. നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. IFRS കോപ്പി പേസ്റ്റ് അല്ല, കൺവേർജ് ചെയ്തേക്കുകയാണ്. ഇന്ത്യയിലും USA-ലും ഒക്കെ കൺവേർജ് ചെയ്തേക്കുകയാണ്. അപ്പോൾ കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യുക അല്ലേ. ഇനി ഇന്ത്യയിൽ കൺവേർജ് ചെയ്തേക്കുക എന്ന് പറഞ്ഞു, IFRS കൺവേർജ് ചെയ്തേക്കുക എന്ന് പറഞ്ഞു അല്ലേ. ആ കൺവേർജ് ചെയ്ത IFRSനെയാണ് ഇന്ത്യയിൽ IND AS അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുക. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സെഷനിൽ പറഞ്ഞു ഗ്യാപ്പ്, ഇന്ത്യയിൽ നാഷണൽ ഗ്യാപ്പ്, രണ്ട് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒന്ന് എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത് അല്ലേ. അതുപോലെ തന്നെ ഈ IFRSനെ കൺവേർട്ട് ചെയ്ത് കുറേ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിലുണ്ട്. കസ്റ്റമൈസ് ചെയ്തു നമ്മളുടെ ഇന്ത്യയിലെ ലീഗൽ എൻവിറോൺമെൻറ്റും എക്കണോമിക് എൻവിറോൺമെൻറ്റും ഒക്കെ നോക്കി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തു IFRSനെ. അതിന് പറയുന്ന പേരാണ് IND AS അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ കൺവേർജ്ഡ് IFRSനെ കൺവേർജ് ചെയ്ത് ഉണ്ടാക്കിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IND AS അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഡിസ്ക്ലോഷറാണ്. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ IND AS പ്രകാരം ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് നിലവിലെ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ ഡിസ്ക്ലോഷർ നോംസ് IND ASൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രാൻസ്പെറൻ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ട്രൂ ആൻഡ് ഫെയർ വ്യൂ അച്ചീവ് ചെയ്യും. അപ്പോൾ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും എന്ന് പറഞ്ഞാൽ തമ്മിൽ ഡിസ്ക്ലോഷർ നോംസ് തന്നെയാണ്. അപ്പോൾ ഡിസ്ക്ലോഷർ ഇത്തിരി കൂടി കൂടുതലുണ്ട്, അപ്പോൾ ഇത്തിരി കൂടി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എന്നാണ് ഇത് നോട്ടിഫൈ ചെയ്ത്, എന്നൊക്കെയാണ് ആർക്കൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ, എന്ന് മുതലാണ് ഇത് അപ്ലിക്കബിൾ? അതായത് IND AS ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കൺവേർജ് ടു IFRS അല്ല, IFRS കൺവേർജ് ചെയ്ത് ഉണ്ടാക്കിയ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇത് എന്ന് മുതലാണ് അപ്ലിക്കബിൾ, ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ എന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. 16th February 2015 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈ ചെയ്തത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈ ചെയ്ത് കമ്പനീസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റൂൾസ് 2015 എന്ന് പറയുന്ന റൂൾ ഉണ്ട്. കമ്പനീസ് ആക്ട് 2013 അനക്ഷരായിട്ട് കുറേ റൂൾസ് ഉണ്ട് അല്ലേ. ആ റൂൾസിൽ കമ്പനീസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് 2015 കൂടിയാണ് February 16, 2015 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈ ചെയ്തു. ഇന്ന് ആസ് ഓൺ ഡേറ്റ് 39 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 39 നോട്ടിഫൈഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി, ഏതൊക്കെ കമ്പനികൾക്കാണ് അപ്ലിക്കബിൾ, എങ്ങനെയൊക്കെയാണ്, ഏത് ദിവസം മുതലാണ് അപ്ലിക്കബിൾ എന്നുള്ളത് നമുക്ക് വരുമ്പോൾ നോക്കാം. ഇത് എന്ന് മുതലാണ് അപ്ലിക്കബിൾ? ഡേറ്റ് ഓഫ് അപ്ലിക്കബിലിറ്റിനെ 3 സെഗ്മെൻ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് വോളണ്ടറി അഡോപ്ഷൻ, ഫിനാൻഷ്യൽ ഇയർ 2015 ഓൺവേർഡ്സ്. പിന്നെ മാൻഡേറ്ററി അഡോപ്ഷൻ, അത് phase 1 ഉണ്ട്, phase 2 ഉണ്ട്. അപ്പോൾ 3 ഡേറ്റ്സ് ഉണ്ട്.
വോളണ്ടറി അഡോപ്ഷൻ ഫിനാൻഷ്യൽ ഇയർ 2015 മുതൽ, മാൻഡേറ്ററി അഡോപ്ഷൻ ഫേസ് 1 ഫിനാൻഷ്യൽ ഇയർ 2016 ഓൺവേർഡ്സ്, മാൻഡേറ്ററി അഡോപ്ഷൻ ഫേസ് 2 ഫിനാൻഷ്യൽ ഇയർ 2017 ഓൺവേർഡ്സ്. ഇനി ചില ചെറിയ കമ്പനികൾ, ഇതിലൊന്നും പെടാത്ത കമ്പനികൾ ഉണ്ടാവും, അത് മാൻഡേറ്ററി ഫേസ് 2 കഴിഞ്ഞും അവരെന്ത് ഫോളോ ചെയ്യും? എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, നമ്മൾ ഇന്നലെ പറഞ്ഞ 27 സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തന്നെ ഫോളോ ചെയ്യും. അവർക്ക് ഇൻഡേഴ്സ് ബാധകമാവില്ല. ചെറിയ കമ്പനികൾ, സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസ്. ഇനി ആദ്യത്തെ വോളണ്ടറി അഡോപ്ഷൻ ഫിനാൻഷ്യൽ ഇയർ 2015 ഓൺവേർഡ്സ്. ഫിനാൻഷ്യൽ ഇയർ 2015 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4/2015 to 31st March 2016 അല്ലേ? വോളണ്ടറി അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ആർക്കും ഏത് കമ്പനിക്കും വോളണ്ടറി ആയിട്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇൻഡേഴ്സ് അഡോപ്റ്റ് ചെയ്യാം. എന്ന് മുതൽ 1/4/2015, അതായത് April 1, 2015 മുതൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് വോളണ്ടറി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഏത് കമ്പനിക്കാണെങ്കിലും പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഒരു തവണ വോളണ്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരുടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ അവരുടെ എൻ്റർപ്രൈസ് ലിക്വിഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നവരെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നെ ഫോളോ ചെയ്യണം. അത് പിന്നീടുള്ള വർഷങ്ങളിലും ഫോളോ ചെയ്യണം. ഇവിടെ കമ്പൽഷൻ ഒന്നുമില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലീഗൽ കമ്പൽഷൻ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. സപ്പോസ് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി വോളണ്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്തു. എ ലിമിറ്റഡ് വോളണ്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി അല്ലെങ്കിൽ അസോസിയേറ്റ് അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടെങ്കിൽ അവർ മാൻഡേറ്ററി ആയിട്ട് ഇൻഡേഴ്സ് അഡോപ്റ്റ് ചെയ്യണം. അവർക്ക് ബാധകമല്ല, അല്ലെങ്കിൽ അവർ വോളണ്ടറി ആയിട്ട് അവർ തീരുമാനിച്ചിട്ടില്ല അഡോപ്റ്റ് ചെയ്യാൻ. എങ്കിൽ കൂടി എ ലിമിറ്റഡ് വോളണ്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സബ്സിഡിയറി, ഹോൾഡിംഗ്, അസോസിയേറ്റ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചർ ഷുഡ് മാൻഡേറ്ററിലി അഡോപ്റ്റ് ഇൻഡേഴ്സ്. ഇനി ഇൻഡേഴ്സ് ഫിനാൻഷ്യൽ ഇയർ 2015, അതായത് 1/4/2015 to 2016 അഡോപ്റ്റ് ചെയ്തത് വോളണ്ടറി ആയിട്ട് അല്ലെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് 31st March 2016 ആദ്യത്തെ ഇൻഡേഴ്സ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കമ്പാരിറ്റീവ് ഇതുണ്ടാവും. ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പുതിയ ഫോമാറ്റ് അനുസരിച്ച് കറൻറ്റ് ഇയർ പ്രീവിയസ് ഇയറിലെ ഫിഗേഴ്സ് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ കറൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015-16, അതായത് വോളണ്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്ത വർഷം. ഈ വർഷത്തെ എമൗണ്ട് അല്ലെങ്കിൽ ഫിഗേഴ്സ് എഴുതുമ്പോൾ തൊട്ടിപ്പുറത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വർഷത്തെയാണ്. മുൻ വർഷത്തെ കോളം ഏത് ഫിഗർ കൊടുക്കും, ഏത് എമൗണ്ട് കൊടുക്കും? മുൻ വർഷങ്ങളിൽ ഇൻഡേഴ്സ് പ്രകാരമല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അല്ലേ, എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം. അപ്പോൾ ഇവിടെ ഈ കോളത്തിൽ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ച് കൊടുക്കുമോ അത് ഇൻഡേഴ്സ് വെച്ച് കൊടുക്കണം? ഏത് ഫിഗർ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളണ്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കോളത്തിലെ ഫിഗേഴ്സും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് 2 വർഷം പ്രീവിയസ് ഇയർ, അതായത് 15-16 അതിന് മുന്നത്തെ വർഷവും ഇൻഡേഴ്സ് തന്നെ അപ്ലൈ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കണം. ഇനി മാൻഡേറ്ററി അഡോപ്ഷൻ ഫസ്റ്റ് ഫേസ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഇയർ 2016, അതായത് 1/4/2016 to 31/3/2017. സെക്കൻഡ് ഫേസ്, ഫസ്റ്റ് ഫേസിൽ ഏതൊക്കെ കമ്പനികളാണ് മാൻഡേറ്ററി ആയിട്ട്, അതായത് മസ്റ്റായിട്ടും ഫോളോ ചെയ്തിരിക്കണം ഇൻഡേഴ്സ്, ഏതൊക്കെ കമ്പനികളാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. ഏതൊക്കെ കമ്പനികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിസ്റ്റഡും അൺലിസ്റ്റഡ് കമ്പനീസ്, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് ഈസ് ബീയിങ് ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ്. എങ്ങനെയുള്ള കമ്പനികൾ, എങ്ങനെയുള്ള അൺലിസ്റ്റഡ് അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനി? ഹാവിങ് എ നെറ്റ് വർത്ത് ഓഫ് ₹500 crores or more, 500 കോടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ നെറ്റ് വർത്തുള്ള എല്ലാ ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനികളും ഫസ്റ്റ് ഫേസ്, അതായത് ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2016 മാൻഡേറ്ററി ആയിട്ട് ഇൻഡേഴ്സ് അഡോപ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് വർത്ത് 500 crores or more എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. സപ്പോസ് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ലിസ്റ്റഡോ അൺലിസ്റ്റഡോ ആയിക്കോട്ടെ, പക്ഷേ 500 crores മുകളിൽ നെറ്റ് വർത്ത് ഉണ്ട്. അങ്ങനെ ഒരു കമ്പനി മാൻഡേറ്ററി ആയിട്ട് അഡോപ്റ്റ് ചെയ്തു, മാൻഡേറ്ററി ആയിട്ട് ഇൻഡേഴ്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, അസോസിയേറ്റ് കമ്പനി അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ ഇവർ മാൻഡേറ്ററി ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ട കമ്പനി അല്ല എങ്കിൽ കൂടി ഇൻഡേഴ്സ് മാൻഡേറ്ററി ആയിട്ട് അഡോപ്റ്റ് ചെയ്യണം. അതായത് എ ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി, എ ലിമിറ്റഡ് ഈ 500 crores or more നെറ്റ് വർത്ത് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരികയാണെങ്കിൽ എ ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള എല്ലാവരും അല്ലെങ്കിൽ ഹോൾഡിംഗ് ആയിട്ടുള്ള എല്ലാവരും അല്ലെങ്കിൽ അസോസിയേറ്റ് അല്ലെങ്കിൽ JV ആയിട്ടുള്ള എല്ലാവരും
മാൻഡേറ്ററി ആയിട്ട് ഇൻഡേഴ്സ് ഫോളോ ചെയ്യണം. ഇൻഡേഴ്സ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിനും പ്രിപ്പയർ ചെയ്യണം, അതായത് 2014-16 പ്രിപ്പയർ ചെയ്യണം. ഇനി സെക്കൻഡ് ഫേസ് മാൻഡേറ്ററി അഡോപ്ഷൻ. സെക്കൻഡ് ഫേസ് വരുമ്പോൾ 1st April 2017 മുതൽ 31st March 2018 വരെ അല്ലേ. അപ്പോൾ മാൻഡേറ്ററി ഫേസിൽ സെക്കൻഡ് ഫേസിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ക്ലാസ് ഓഫ് കമ്പനികളാണ് ഇൻഡേഴ്സ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും നമ്മൾ കഴിഞ്ഞ ഫേസിൽ, അതായത് phase 1 ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ് അല്ലേ, ലിസ്റ്റഡും ഉണ്ട് അൺലിസ്റ്റഡും ഉണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്ന എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഹൂസ് നെറ്റ് വർത്ത് ഈസ് ബിലോ 500. എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഹൂസ് നെറ്റ് വർത്ത് ഈസ് ബിലോ, നേരത്തെ പറഞ്ഞ 500 crores മുകളിലാണെങ്കിൽ ഇവിടെ 500 crores താഴെയോട്ടുള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസും. അപ്പോൾ phase 1ഉം phase 2ഉം കൂടി നോക്കുമ്പോൾ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും പെട്ട് കഴിഞ്ഞു അല്ലേ. എല്ലാ ലിസ്റ്റഡ് കമ്പനീസും phase 1ഉം phase 2 ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കണം. ഇനി സെക്കൻഡ് ക്ലാസ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് ഓൾ അൺലിസ്റ്റഡ് കമ്പനീസ് having a net worth greater than or equal to 250 crore but less than 500 crore. എല്ലാ unlisted companies having a net worth greater than 250 crore but less than 500 crore. അപ്പോൾ സെക്കൻഡ് ഫേസിൽ 250 crores മുകളിൽ നെറ്റ് വർത്ത് ഉള്ള എല്ലാ കമ്പനികളും phase 1 phase 2 ആയിട്ട് എല്ലാ അൺലിസ്റ്റഡ് കമ്പനീസും മാൻഡേറ്ററി ആയിട്ട് എന്ത് ഫോളോ ചെയ്യണം, ഇൻഡേഴ്സ് അല്ലേ. ഇനി സപ്പോസ് എ എന്ന് പറഞ്ഞ കമ്പനി ഇതിൽ ഈ ലിസ്റ്റ് ഓഫ് ഈ രണ്ട് ക്ലാസ് ഓഫ് കമ്പനീസിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ്, സബ്സിഡിയറി, അസോസിയേറ്റ്, ജോയിൻറ്റ് വെഞ്ചറും എല്ലാം മാൻഡേറ്ററി ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കണം. ഇനി കമ്പാരിറ്റീവ് ഫിഗറിലും എന്ത് അഡോപ്റ്റ് ചെയ്യണം, ഇൻഡേഴ്സ് അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് അപ്ലിക്കബിലിറ്റി നോട്ടിഫൈ ചെയ്തേക്കുന്ന ഗവൺമെൻറ് കമ്പനീസ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റൂൾസ് 2015 പ്രകാരം നോട്ടിഫൈ ചെയ്തേക്കുന്ന 3 ഫേസ് ഡേറ്റ് ഓഫ് അപ്ലിക്കബിലിറ്റി, അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്ന് മുതലാണ് ഈ ഇൻഡേഴ്സ് ഫോളോ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞേക്കുന്നത്. ആർക്കൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ലാസ് ഓഫ് കമ്പനീസ് തന്നിട്ടുണ്ട്, പിന്നെ ഡേറ്റും തന്നിട്ടുണ്ട് അല്ലേ. വോളണ്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചു പോക്കില്ല, ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് IFRS, ഇതാണ് ഇൻഡേഴ്സ് കൺവേഴ്സ് ടു IFRS, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ IFRSലേക്ക് കൺവേർട്ട് ചെയ്തു. IFRS എന്താണെന്ന് നോക്കി, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, വാട്സാപ്പിൽ മെസ്സേജ്